बेटी बेटी मुझे भी दे दो बेटी ഈ മാതാജി ആരോടും ഇക്കാര്യം പറയില്ല ബേട്ടി കാശ് ആര്യനറിയാതെ അടിച്ചു മാറ്റിയെങ്കിൽ അത് എന്റെ മിടുക്ക് ഒരു നയാ പൈസ പോലും അതിൽ നിന്ന് കിട്ടുമെന്ന് ആന്റി പ്രതീക്ഷിക്കണ്ട ബേട്ടി തെരി മാതാക്കി തരാ ആ ക്യാഷിന് വേണ്ടി മാതാ മറുതാന്നൊക്കെ പറഞ്ഞേ എന്റെ പുറകെ നടക്കണ്ട ബേട്ടി എന്റെ പാർട്ടിക്ക് കിട്ടേണ്ട ഫണ്ട് നീ അടിച്ചു മാറ്റിയത് ഇതിന്റെ ബലത്തില് അടുത്ത ഇലക്ഷനെങ്കിലും ഞാനൊരു സീറ്റ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അടിയോടി ജിയുടെ മുന്നിൽ ഞാനിന്ന് നാണം കിട്ടുപോയി രാഷ്ട്രീയക്കാർക്ക് വാരിക്കോരി കൊടുക്കാൻ ഡാഡിക്ക് യാതൊരു മടിയുമില്ല അതുകൊണ്ട് ആ അടിയോടടിക്കുള്ളത് ഡാഡി വേറെ തരും അടിയോടടിയല്ല അടിയോടി ഒരു ടാ കൂടിപ്പോയി അതയാൾ അടി കൊണ്ട് ഓടിയപ്പോ കൂടിയതായിരിക്കും അതിന് ചൈത്ര ബേട്ടിയെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല സ്നേഹമായിട്ട് നിന്ന മക്കൾക്ക് വേണ്ടതിലും അപ്പുറം അങ്കിള് തരും എന്നിട്ടും അങ്കിളിന് എന്തിനാ രണ്ടുപേരും കൂടി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് മിഥുനേട്ടൻ ഇതിലൊന്നും ഇടപെടണ്ട ഡാഡിക്ക് ഇതൊക്കെ കടലിൽ ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെട്ടതുപോലെ ഉള്ളൂ നാളെ നീ എന്റെ ഭാര്യ ആവേണ്ടവളാ നിനക്കെന്താ ഇത്രയധികം ചെലവെന്ന് എനിക്കറിയണം നമ്മൾ തമ്മിലുള്ള കല്യാണം നടന്നാലും അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരിക്കും ഭാവിയിൽ നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള ഒരു കോൺട്രാക്ട് അതിന്റെ പേരിൽ എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഞാൻ ആർക്കും അനുവാദം തരില്ല ഇപ്പൊ തന്നെ സ്വിറ്റ്സർലാൻഡിലേക്ക് ഞാനൊരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തിനാ ഇപ്പൊ അങ്ങനെ ഒരു യാത്ര മിഥുനേട്ടൻ ഡൽഹിക്ക് പോകുമ്പോ എന്തിനാന്ന് ഞാൻ ചോദിക്കാറില്ലല്ലോ അതുപോലെ എന്റെ യാത്രകൾ എന്തിനാണെന്ന് നിങ്ങളും ചോദിക്കരുത് ഈ നിക്കുന്ന നിന്റെ ബാപ്പ് എന്റെ അടുത്ത് നിക്കുന്ന പോലെ നീ ചൈത്ര ബേട്ടിയുടെ അടുത്ത് നിന്നാ മതി സബ് ലോഗ് ഖുശ് രഹേംഗെ ഡാഡി മമ്മിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന പോലെ ഞാൻ എന്റെ ഭാര്യയോട് പെരുമാറുന്ന കരുതേ വേണ്ട അവനെ ആണൊരുത്തന എന്നെ പോലെ ഭാര്യയുടെ അടിമയാവാൻ അവൻ തയ്യാറല്ല അത് ബേട്ടി മയ്യും കൂടെ തീരുമാനിച്ചോളും അപ്പോഴേക്കും ഞാൻ ചൈത്ര ബേട്ടിയുടെ കൂടെ സ്വിറ്റ്സർലൻഡ് വരെ ഒന്ന് പോയിട്ട് വരാം ചൈത്ര ബേട്ടി നടന്നത് തന്നെ അങ്ങോട്ട് ചെല്ല് ഇപ്പൊ കൊണ്ടു അങ്കിൾ പാർട്ടി ഫണ്ടിലേക്ക് പണം അറേഞ്ച് ചെയ്യാൻ അങ്കിൾ ഇനി ബുദ്ധിമുട്ടുണ്ട് ആര്യനെയും ചൈത്രയും പോലെ ഞാൻ ഒരിക്കലും അങ്കിളിനെ വിഷമിപ്പിക്കത്തില്ല ക്യാഷിന് ഞാൻ വേറെ വഴി കണ്ടുപിടിച്ചോളാം ഏയ് അതൊന്നും വേണ്ട ക്യാഷ് തരാന്ന് തന്റെ അടിപൊളിക്ക് ഞാനാണ് വാക്ക് കൊടുത്തത് അത് തന്നിരിക്കും വാക്ക് പാലിക്കാത്തവനെന്നൊരു പേര് ദോഷം കൂടി എനിക്ക് താങ്ങാൻ വയ്യടും സ്വാമി നാളെ തന്നെ ആ 50 ലക്ഷം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം സ്വാമി തന്നെ നേരിട്ട് ഡീൽ ചെയ്യണം ശരി താങ്ക്സ് അങ്കിൾ കാശ് വീണ്ടും കൊടുക്കാൻ എന്തിനാ സമ്മതിച്ചത് മനുഷ്യന് വാക്കല്ലാതെ നാക്ക് മാറാൻ പറ്റും ആർക്കും കൊടുക്കാതെ ഈ കാശൊക്കെ ഞാൻ കെട്ടിപ്പിടിച്ചു വെച്ചിട്ട് എന്തിനാ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോട്ടെ എങ്കിൽ പിന്നെ SP കുറെ നോട്ട് എനിക്കും കൊടുത്താ ചെറിയ വള്ളം ഉണ്ടാക്കി കായലിൽ കൊണ്ട് വിടാനാ SP ഇതിനൊക്കെ പരിഹാരം ഞാൻ പറഞ്ഞ കാര്യം മാത്രമാണ് ഈ കണ്ട സ്വത്തിനൊക്കെ മറ്റൊരവകാശി വന്ന SP-യുടെ മക്കളൊന്ന് പേടിക്കും ഈ രണ്ടാം വിവാഹം എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ ഞാൻ SP-യുടെ ജാതകം ഒന്ന് പരിശോധിച്ചപ്പോ അതിൽ 2 വിവാഹങ്ങൾക്കും 3 കുഞ്ഞുങ്ങൾക്കുമുള്ള യോഗം കൃത്യമായി പറയുന്നുണ്ട് ജീവിക്കാൻ ഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ ഞാൻ തപ്പിയെടുക്കാം കല്യാണം കഴിഞ്ഞ് ഒരു അമ്പോറ്റ് കുഞ്ഞുകൂടി ഈ കുടുംബത്തിലുണ്ടായ ഒരിക്കൽ കൂടി SP ചെറുപ്പമാവും ആ കുഞ്ഞിന്റെ വരവോടെ ശുക്രൻ ഉദിക്കും ഇറങ്ങിപ്പോടും ഇതും പറഞ്ഞ് മേലാൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്
ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വന്നോട്ടെ. അതെ, ദുഷ്ടവിചാരവും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ആ വഴിക്ക് അങ്ങ് പോയേക്കണം. ദുഷ്ടവിചാരം പോലും. ഞാനെന്താ അനാശാസ്യം വല്ലതും നടത്താനാണോ പറഞ്ഞത്? ഹലോ അങ്കിൾ, എന്നെ ഓർമ്മയില്ലേ? ഞാൻ അർജുൻ അസോസിയേറ്റ്സിന്റെ CEO അർജുൻ ശ്രീധർ. സോറി, എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അയ്യോ, അന്ന് നമ്മള് മായക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ടുവന്നില്ലേ? അങ്കിളിനെ ഞാൻ അങ്കിളുടെ കാറില് SP അങ്കിൾ വീട്ടിൽ കൊണ്ടുവിട്ടില്ലേ? ആ അർജുന ഞാൻ. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ല, അർജുൻ എന്തിനാ എന്നെ ഇപ്പൊ വിളിച്ചത്? വെൽ,